ഒരു ഹദീസ് എന്നെ വളരെയേറെ ഞെട്ടിച്ചു. അൽ ഗീബത്തു അശദ്ദു മിൻ സബ്ഈന ഹൂബൻ. ഒരു ഗീബത്ത്, ഒരു പരദൂഷണം, അത് 70 ഹൂബിനേക്കാൾ ഗൗരവമുള്ളതാണ് എന്നാണ് ആ ഹദീസിന്റെ വിവരണം. അതിന്റെ ബാക്കി ഭാഗം, അൽ ഹൂബു, ഒരു ഹൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുജാമിഉ ഉമ്മഹു യുജാമിഉ ഉമ്മഹു 70 മറത്തൻ. ഉമ്മയെ 70 തവണ വ്യഭിചരിക്കുന്നതാണ് ഒരു ഹൂബ്. 70 × 70 4000-ലധികം തവണ ഉമ്മയെ വ്യഭിചരിക്കുന്നതിനോളം സമാനമായ കുറ്റമാണ് പരദൂഷണം പറയൽ. ഈ ഹദീസിന് ഇത്രമാത്രം ഗൗരവത്തിലുള്ള വിവരണം വരാൻ എന്തുകൊണ്ടാണ് ഗീബത്ത് ഇത്ര വലിയ ഒരു വിഷയമായി മാറിയത്? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു. ഈ അടുത്തൊരു ദിവസം എന്നെ അതേറെ ഞെട്ടിച്ചു. അഥവാ നമ്മുടെ ഒരു മദ്രസ പ്രൊജക്റ്റ് എന്ന ഒരു അമൂല്യമായ വിദ്യാഭ്യാസ രംഗത്തെ വലിയ ഒരു സേവനം, അഥവാ ഒരുപക്ഷെ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വളരെ മുൻനിരയിൽ വരേണ്ടിയിരുന്ന വിദ്യാഭ്യാസ സംവിധാനമാണ് മദ്രസ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, മതവിദ്യാഭ്യാസ സ്ഥാപനം. ഈ സ്ഥാപനം വളരെ സമൂഹത്തിന്റെ അടിത്തട്ടിനെ ഗ്രസിക്കും വിധം വളരെയേറെ വ്യാപകമായി നിലനിൽക്കുന്നു. അവിടെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ നാടിന് സമ്മാനിച്ച ഒരു പഠന സംവിധാനമാണ്, വിദ്യാഭ്യാസ സംവിധാനമാണ് മദ്രസ. അതിൽ കൂടുതൽ ഇന്റഗ്രേഷൻ സാധ്യമാക്കും വിധം, ലോകോത്തര നിലവാരം ഉണ്ടാക്കും വിധം അതിന് ചില സേവനങ്ങൾ ചെയ്യാൻ, ആ മേഖലയിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നാം ഒരു ടീം ഹാപ്പി സോണിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരു പ്രദേശത്ത് അതിന്റെ മാനേജ്മെന്റ് സൈഡിൽ നിന്നുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന നല്ലവരായ നാട്ടിലെ നേതൃത്വം, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകർ, സംഘടനാ നേതാക്കൾ, നാട്ടുകാരണവന്മാർ, ഇവരെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മാനേജ്മെന്റ്. വിദ്യാഭ്യാസമുള്ളവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരുമായ ഇത്തരം നല്ല നേതാക്കളുടെ കൂടെ 1, 2, 3 തവണ കൂടിയിരിക്കുകയും ചർച്ച ചെയ്യുകയും അവരെല്ലാം ഇത് വലിയൊരു സേവനമാണെന്ന് നിറഞ്ഞ കണ്ണുകളോടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ഇതിന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ നമ്മൾ അടുത്ത തവണ അധ്യാപകരായ ബഹുമാന്യരായ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ ഇതിനു വേണ്ടി ഒരുമിച്ചിരുന്നു. മാനേജ്മെന്റും അധ്യാപകരും ഒരുമിച്ചിരുന്നപ്പോൾ അവരെല്ലാവരും നിറ കണ്ണുകളോടെ ആവേശത്തോടെ ഇത് സമൂഹത്തിൽ ഏറെ ഫലം ചെയ്യുമെന്നും ലോകത്തിന് ഏറ്റവും നിലവാരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ്, എഡ്യൂക്കേഷണൽ മെത്തേഡാണ് ഫിന്നിഷ് എഡ്യൂക്കേഷൻ, ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ എന്ന പേരിലൊക്കെ പ്രശസ്തമായ വിദ്യാഭ്യാസ സംവിധാനം, കരിക്കുലം, അതിൻ്റെ ഒരു ഇംപ്ലിമെന്റേഷൻ നടത്തി കൂടിയാണ് നാം ഇതിന് ഇന്റഗ്രേഷൻ നടത്തിയിരിക്കുന്നത്, സമഗ്രത വരുത്തിയിരിക്കുന്നത്. ഇത് മനസ്സിലായ വളരെ മുതിർന്നവർ അവരെല്ലാം അംഗീകരിക്കുകയും അധ്യാപകരായ നല്ല പാണ്ഡിത്യമുള്ള മികവുറ്റ അധ്യാപകരും ഇതിനെ അംഗീകരിച്ചു. ശേഷം ഒരു സെഷൻ അധ്യാപകർ മാത്രമുള്ള, പ്രധാന അധ്യാപകരും സാധാരണ അധ്യാപകരും ചേർന്നുള്ള 4 മണിക്കൂറിനേറെ ദൈർഘ്യമുള്ള ഒരു സെഷൻ നടന്നു. ആ സെഷൻ നടന്നപ്പോൾ പങ്കെടുത്ത എല്ലാവരും 100% ഇത് ഉപകാരപ്രദമാണെന്ന് അംഗീകരിക്കുകയും ഗുണകരമാണ് എന്ന് പറയുകയും ചെയ്തു. എന്ന് മാത്രമല്ല, വലിയ ചിലവ് വരുന്ന, വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രെയിനിങ് മെത്തേഡ് ഫ്രീ ആയിട്ട് ഈ ഉസ്താദുമാർക്ക്, അധ്യാപകർക്ക് ലഭിക്കണം എന്നതുകൂടിയായിരുന്നു നമ്മൾ ഇതിൽ ലക്ഷ്യം വെച്ചിരുന്ന മറ്റൊരു പദ്ധതി. അപ്പൊ ഇതിൽ പങ്കെടുക്കാത്ത ഒരു അധ്യാപകൻ, എനിക്ക് ഈ മദ്രസ സമയം കഴിഞ്ഞതിന് ശേഷമുള്ള ചില ജോലികൾക്ക് തടസ്സമാകുമെന്ന് കരുതി അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് പലരോടും അദ്ദേഹം പറഞ്ഞു നടന്നു. ഇതിൽ വന്നിരുന്നെങ്കിൽ, ഈ സെഷനിൽ വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വരാൻ സാധ്യതയില്ലാത്തൊരു ആശങ്കയാണ് എന്റെ ജോലി വർദ്ധിക്കുമെന്ന ആശങ്ക. മറ്റൊന്ന്, മദ്രസ സമയത്തിന് ശേഷം എനിക്ക് ജോലി ചെയ്യാനുള്ള തടസ്സമുണ്ടാകുമെന്ന ആശങ്ക. മൂന്നാമത്തേത്, ഇത്തരം ജോലി ചെയ്യുമ്പോൾ എനിക്ക് അധിക വരുമാനം കിട്ടുമോ ഇല്ലയോ എന്ന ആശങ്ക. ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഈ ഒരു വിഷയം പരിശീലിച്ചെടുത്താൽ സ്വന്തം വീട്ടിലിരുന്ന് പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം നൽകാൻ തുനിഞ്ഞാൽ പോലും അദ്ദേഹം മദ്രസയിൽ പോയാൽ, മദ്രസയിൽ സേവനം ചെയ്താൽ കിട്ടുന്ന സാമ്പത്തിക വരുമാനത്തെക്കാൾ 3 ഇരട്ടിയിലേറെ സാമ്പത്തിക വരുമാനം വീട്ടിലിരുന്ന് പോലും നേടാൻ കഴിയുന്ന അത്രമേൽ ഗുണകരമായ ഒരു ട്രെയിനിങ് വളരെ സൗജന്യമായി ലഭിക്കാനുള്ള സാധ്യതയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയുടെ പേരിൽ അദ്ദേഹം വ്യക്തിപരമായും ഈ സംവിധാനത്തെയും ഇല്ലാത്ത കുറ്റങ്ങൾ കളവായി പലരോടായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ
ഒരുപാട് സ്ഥാപനങ്ങളിലും ഒരുപാട് സംവിധാനങ്ങളിലും പ്രഗത്ഭരായ പലരിലും തെറ്റിദ്ധാരണ ഉണ്ടായി. പലരും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പിന്നീട് അവർ തെറ്റിദ്ധാരണ തിരുത്തി. ഇത് ഞാൻ ഈ ഘട്ടം മനസ്സിലായപ്പോഴാണ് ഞാൻ ഓർത്തത്, ശരിയാണ്. സ്വന്തം ഉമ്മയെ 4000 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമാണ് ഒരു വ്യക്തിയെയും ഒരു സംവിധാനത്തെയും കുറ്റപ്പെടുത്തുകയും കുറ്റം പറഞ്ഞു നടക്കുകയും ചെയ്യുന്നത്. വല്ലയിടത്തും വല്ല ന്യൂനതയും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് നേരെ ചൊവ്വേ ആ സംവിധാനത്തെയോ ആ വ്യക്തിയെയോ സമീപിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. തെറ്റിദ്ധാരണയുടെ പേരിലും ദുരുദ്ദേശത്തിന്റെ പേരിലും അത്യാർത്തിയുടെ പേരിലും ഇത്തരം തിന്മകൾ ചെയ്യുമ്പോൾ ഈ തിന്മ നാട്ടിലുണ്ടാക്കുന്ന, സമൂഹത്തിലുണ്ടാക്കുന്ന, വ്യക്തികളിലുണ്ടാക്കുന്ന അപകടങ്ങൾ അത് വളരെയേറെ വലുതാണ്. അപ്പോഴാണ് ഈ ഒരു ഗൗരവം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിൽ കടന്നു വന്നതിന്റെ പ്രസക്തി മനസ്സിലായത്. ചുരുക്കി പറഞ്ഞാൽ, നാം ഒന്നിച്ചിരിക്കുമ്പോൾ വ്യക്തികളെ ആക്ഷേപിക്കാതിരിക്കുക, സംവിധാനങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക. പകരം ഏതൊരു സംവിധാനങ്ങളിലെയും ഏതൊരു വ്യക്തികളിലെയും ഗുണങ്ങളെ അംഗീകരിക്കുക. തിരുത്തണമെന്ന് തോന്നിയാൽ നേരെ തിരുത്താം, അല്ലാതെ തിന്മകളുടെ പ്രചാരകരായി മാറാതിരിക്കുക. എപ്പോഴും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ അംഗീകരിക്കുക. മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഗീബത്തു അശദ്ദു മിൻ 30 സനിയത്തൻ. ഒരു വ്യഭിചാരം, ഒരു ഗീബത്ത് 30 വ്യഭിചാരത്തെക്കാൾ കഠിനമാണ്, കുറ്റമാണ്. വ്യഭിചാരം വലിയ കുറ്റമാണ്, ചെറിയ കുറ്റമല്ല, അതിഗൗരവതരമായ കുറ്റമാണ്. എന്നാൽ അതിനേക്കാൾ കഠിനമാണ് എന്ന് പറയാൻ കാരണം, വ്യഭിചാരത്തെ ഈ ഹദീസ് വിശദീകരിക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ പലരും സൂചിപ്പിച്ചത് കാണാം, വ്യഭിചാരം തെറ്റാണെന്നൊരു ബോധ്യത്തോടെയാണ് ഒരാൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്തു പോയാൽ അദ്ദേഹം തൗബ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ വ്യഭിചാരം കുറ്റമാണെന്ന ബോധ്യമില്ലാതെ ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്യഭിചാരത്തെ ലാഘവവൽക്കരിക്കുന്നത്, അത് വളരെ അപകടകരമാണ്, മറ്റൊരു വിഷയമാണ്. അതേസമയം ഒരു കുറ്റം പറയുന്ന സമയത്ത് പലപ്പോഴും അതെന്തോ ഒരു കാര്യമാണെന്ന രീതിയിൽ സംവിധാനത്തെ കുറ്റപ്പെടുത്തുക, വ്യക്തികളെ കുറ്റപ്പെടുത്തുക എന്നത് പലരും ചെയ്തു കാണുന്നു. അത് പാണ്ഡിത്യം ഉണ്ടായിട്ട് പോലും ചെയ്യുമ്പോൾ അതിൻ്റെ അപകടത്തിന്റെ വ്യാപ്തി വളരെ വലുതാണെന്ന് മനസ്സിലാകുന്നു. ഈ അടുത്ത് ഒരു സഹോദരൻ, അദ്ദേഹം അധ്യാപകൻ കൂടിയാണ്, ഒരു സംവിധാനത്തോടുള്ള അദ്ദേഹത്തിന്റെ പകയുടെ പേരിൽ അദ്ദേഹം സേവനം ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ച് ഈ സ്ഥാപനം പൂട്ടാൻ പോവുകയാണെന്ന് മറ്റൊരു സ്ഥാപനത്തിലെ വക്താവിനോട് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി, വളരെ അത്ഭുതപ്പെട്ടുപോയി. എന്തുകൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ സാധിക്കുന്നു? മനസ്സ് ദുഷിച്ചു പോകുമ്പോൾ സംഭവിക്കുന്ന വിപത്തിന്റെ കാഠിന്യമാണത്. നമുക്ക് മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ തോന്നുന്നുണ്ടെങ്കിൽ, മറ്റൊരാളുടെ കുറ്റം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ കറപ്ഷൻ ആവശ്യമാണെന്ന് വിശ്വസിക്കുകയും ഉടനെ തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുക. അത് എത്ര വലിയ പാണ്ഡിത്യം ഉണ്ടായാലും, എത്ര വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കാതിരിക്കുക. നമുക്ക് നന്നാകാനുള്ള വഴിയാണ്, നാം നാറാതിരിക്കാനുള്ള വഴിയാണത്.